ഹായ്, പുതിയൊരു വീഡിയോ ഹെയർ സിംസ് തന്നെയാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കടന്നുപോയ ഒരു ദിവസമാണ്. അപ്പോൾ ഫുൾ പോസിറ്റീവാണ്, രാവിലെ മുതലേ പോസിറ്റീവാണ്. അപ്പോൾ രാവിലെ നടന്ന കാര്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ആദ്യം നടന്ന കാര്യം എന്ന് പറയുന്നത് പ്രതാപിൻ സാറിൻ്റെ ബെയിൽ അപ്ലിക്കേഷനാണ്. അത് 9/12/2024 ആദ്യം മാറ്റുകയും പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടത് 6/1/2025 മാറ്റുന്നതുമാണ്. വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നിരിക്കുന്നത്. കഴിഞ്ഞ ജൂലൈ 5-ാം തീയതി രാത്രി 8:30-ക്കാണ് പ്രതാപനെ അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം 6 മാസവും 1 ദിവസവും കഴിഞ്ഞിട്ട് ആണ് അടുത്ത ഹിയറിങ്ങിന് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഫുൾ പോസിറ്റീവാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ആരും തന്നെ ഭയപ്പെടേണ്ടതില്ല. എന്തായാലും പിന്നെ എല്ലാം നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരും തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല. 1 വർഷത്തിന് മുന്നേ ഒന്നും ജാമ്യം കിട്ടുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതവിടെ കിടക്കട്ടെ, അതൊരു പോസിറ്റീവ് അവിടെ കിടക്കട്ടെ. പിന്നെയുള്ള രണ്ടാമത്തെ പോസിറ്റീവ് ഇന്ന് 1 മണിയോടുകൂടി നമ്മൾ അറിഞ്ഞ ഒരു കാര്യം ഇതാണ്. പുതിയൊരു പോസിറ്റീവ്, നമ്മുടെ ബഡ്സ് കേസിൻ്റെ വിധി 9-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 5 ദിവസം കൂടി മാറ്റി വച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഫുൾ പോസിറ്റീവാണ്. ഒരു തരത്തിലുള്ള നെഗറ്റീവും അതിനില്ല. ഒരുപക്ഷെ ഇന്ന് വിധി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അത് നെഗറ്റീവ് ആവുമായിരുന്നു. അതുകൊണ്ട് 9-ാം തീയതിയിലേക്ക് മാറ്റിയത് ഇന്ന് വിധി പറയുന്നതിനേക്കാൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പോസിറ്റീവ് വിധി തന്നെ ആയിരിക്കുമെന്ന് എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി നിൽക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് വേറെ നെഗറ്റീവ് കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് ഫുൾ പോസിറ്റീവാണ്. പോസിറ്റീവ് കൂടി കൂടി എന്തോ ആവാനാണ് പോകുന്നത്. അപ്പോൾ അതങ്ങനെ കിടക്കട്ടെ. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ ഈ കാര്യങ്ങൾ പോസിറ്റീവ് കൂടിയിട്ട് ശ്രീനാഥ് പ്രതാപൻ എന്തു ചെയ്തു എന്നുള്ളത് കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.